പാറമട നാടുകാണി അത് നിർത്തണമെന്നാണ് എൻ്റെ ഉറച്ച തീരുമാനം. ഞങ്ങളുടെ ഈ നാടുകാണി പാറമട നിർത്തലാക്കണം. അതാണ് ഞങ്ങളുടെ ഈ കിടക്കുന്ന ഇത്രയും ജനങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്കൊരു ഭവനം ഞങ്ങൾക്ക് പണിത് എന്തോരം കഷ്ടപ്പെട്ടാണ് ഞങ്ങളൊരു വീടുണ്ടാക്കിയിട്ടേക്കുന്നത്. ആ വീട് മുഴുവൻ വിള്ളലാക്കി പോയാൽ ഞങ്ങൾക്ക് പറ്റുമോ, സഹിക്കാൻ പറ്റുമോ? നാടുകാണി മല ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചോട് നന്നായിട്ട് ആൾ വരേണ്ട ഒരു മേഖലയായിരുന്നു. ഈ നാടുകാണി മൊത്തം ഇപ്പോൾ പാറമട പാറമട മൊത്തമായി മാറിയിരിക്കുക. ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. രണ്ടാമത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഇച്ചിരി ഒരു സ്ഥലം വിൽക്കണമെന്ന് വെച്ചാൽ പോലും സ്ഥലത്തിന് പോലും വിലയില്ലാണ്ടായി ഈ പാറമടയുടെ ദുരിതം കാരണം. ശക്തമായിട്ട് എത്രയും പെട്ടെന്ന് നിർത്തി ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് പരിപാടി പരിപൂർണ്ണമായിട്ട് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യം. ഞങ്ങളിവിടെ വർഷങ്ങളെ ജനിച്ച് വീണ മണ്ണാണ്. ഞങ്ങളിവിടെ തന്നെ വഹിക്കണം ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇവിടുന്ന് വിട്ടുപോകണം ഞങ്ങൾക്ക് ഒരു ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ദുരിതം ഞങ്ങൾക്ക് ഇവിടുന്ന് അവസാനിച്ച് കിട്ടണം. അതാണ് ഞങ്ങളുടെ മെയിൻ ആവശ്യം. സ്വസ്ഥമായിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോലും വരുന്ന അവസ്ഥ. അത് ഞങ്ങൾ അതുപോലെ പൊടി 75 ചെരുവുള്ള പ്രദേശം എവിടെ പൊട്ടിക്കാൻ പറ്റാതെ. പക്ഷേ അതിനൊക്കെ അനുമതി കൊടുത്തു. അതിനൊക്കെ ഈ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ ഇതൊക്കെ മാനദണ്ഡങ്ങളെ കാറ്റിപ്പുറത്തിക്കൊണ്ടാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം. ഈ നാടുകാണി പാറമട എത്രയും പെട്ടെന്ന് നിർത്തി ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. ഞങ്ങളെല്ലാം പരാതിപ്പെട്ടിരിക്കുന്ന പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ജീവനും സ്വത്തിനും സംരക്ഷണ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്ത് വളരെയധികം കഷ്ടപ്പെട്ട് അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇതിനകത്ത് ജിയോളജിക്കെല്ലാം പരാതി കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നെ വിളിച്ചിരിക്കുന്ന. ഇപ്പോൾ അദാലത്ത് വെച്ചിരിക്കുക. എന്തിനാ അദാലത്ത് വെച്ചിരിക്കുന്ന? ആരുടെ അദാലത്ത്? ഇവിടെ പരിപാടി നിർത്തി പൂട്ടിക്കെട്ടി പോകാൻ ഉദ്യോഗസ്ഥന്മാർ നോക്കിയാൽ നടത്തുക കഴിഞ്ഞിട്ടാണോ? കാശ് മേടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടം പോലെ കാശ് മേടിക്കുകയാണ്. കാശ് മേടിച്ച് സുഖമായിട്ട് നല്ല വണ്ടിയിലും നല്ല ഫുഡും കഴിച്ച് നടന്നാലൊന്നും ഉണ്ടല്ലോ. കാരിത്താസ് ആശുപത്രിയിലും മെഡിസിറ്റിയിലും കൊണ്ട് നിൽക്കുകയില്ല. തിരുവനന്തപുരം വരെ പോകേണ്ടി വരും. ഈ കാശ് ഇത് 10, 70, 80 വണ്ടിയാണ് ഒരു ദിവസം വന്ന് ലോഡ് കയറി പോകുന്നത്. ചില ദിവസങ്ങളിൽ അത് 40 ടൺ 50 ടണ്ണ് സാധനമാണ് കയറ്റിക്കൊണ്ട് പോകുന്നത്. പുറകെ വാലേ പോവുക. ഇത് മനുഷ്യന് ഇവിടെ കിടക്കപ്പുറത്തിയുണ്ടോ? നമ്മൾ കുത്തേണ്ടത് ഇവരൊക്കെ ജീവിക്കുന്ന ശരിക്കും പറഞ്ഞാൽ പേടിച്ച് വിറച്ച് തന്നെ നടക്കുന്നത്. ഒരു ഇടി വെട്ടിക്കഴിഞ്ഞാൽ പേടിക്കണം, ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ പേടിക്കണം. കറണ്ട് എവിടെ നിന്ന് കൊണ്ടുവരും? ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലാണെങ്കിലും കറണ്ട് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇവിടെ വിളക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഒരു ടവർ കയറ്റിക്കൂടെ പറഞ്ഞെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ഒരു പോസ്റ്റിന് 50,000 രൂപ കൊടുക്കണം. ഒരു പോസ്റ്റിന് താഴേന്ന് വലിച്ച് ഒരു പോസ്റ്റ് ഇവിടെ ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞെങ്കിൽ 50,000 രൂപ കൊടുക്കണം. അത് KSIB കൊടുക്കണം. ആരെങ്കിലും കൊണ്ടു തരുമോ? സർക്കാർ കൊണ്ടു തരുമോ? എല്ലാം എടുത്തു കളഞ്ഞു. ഇവിടെ ഇനി ആകെ മൊത്തമുള്ള പറഞ്ഞാൽ കുറച്ച് ജനങ്ങളുണ്ട്. ഈ സെക്ഷനിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഇത്രച്ച നീളത്തിലുള്ള ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ കുറച്ച് പേരിരിപ്പുണ്ട്. ആ ജനങ്ങളാണ് ഈ നേരെ ഇതങ്ങ് പോയി കഴിഞ്ഞാൽ പോയത് തന്നെ കേട്ടാ. കഴിഞ്ഞ വലിയ പൂരം ഇവിടെ നടക്കുന്നത്. ഇവിടെ ആർക്കും ഒന്നും കണ്ടില്ല കേട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, ഈ ബ്ലോക്ക് മെമ്പർമാർ എല്ലാവരും ഉണ്ട്. ആരും വരുമില്ല. MLAക്ക് പരാതി എവിടെ നിന്നല്ല എത്ര പേര് പരാതി കൊടുത്ത? ആരെങ്കിലും ഇതിൻ്റെ നടപടിക്ക് ഇവിടെ വന്ന് ഈ സൈറ്റിൽ വന്നൊന്ന് കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ മനുഷ്യരുടെ വോട്ട് ചോദിച്ചാൽ എല്ലാവരും വീടുകളിൽ കയറി വന്നല്ലോ. ഇവരാരും ഇവിടെ വന്ന് ആരുടെയും ബുദ്ധിമുട്ട് അറിയുന്നില്ലല്ലോ. 19 വീട്ടുകാർക്ക് മുകളിൽ നിന്ന് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന കുടിവെള്ളം 10 പൈസ മുടക്കാതെ ഓസിയിൽ വെള്ളം വന്ന് ഇവിടെ പാവപ്പെട്ട കുറേ ആലമറ്റ നിവാസികൾ കുറേ വീട്ടുകാരുണ്ട്. അവർക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ ആ വെള്ളമെല്ലാം അവർ കല്ലെല്ലായിട്ട് മൂടി കളഞ്ഞിരിക്കുക പൈപ്പ് വിട്ട്. ഇതാരോടാ പറയുന്നത്? ജീവനും സ്വത്തിനും സംരക്ഷണത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കിട്ടുന്നേ കൂടുതൽ കിമ്പളം കൂടെ മേടിച്ച് തിന്നാൽ അവർ ശരിക്കും ഉണ്ണുമെന്നാണ് ഓർക്കുന്നത്. ഉണ്ണുകയില്ല. അതവർ മനസ്സിലാക്കണം. ഈ മനുഷ്യരുടെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കണം. ഇത് സാധാരണ ആൾക്കാരാണ്. ആ മക്കളാരും ദുബായിലും കുവൈറ്റിലും ഒന്നും പോയി കിടന്ന് കാശ് കൊണ്ടുവന്ന് കൊടുത്ത് സൂചി കിടക്കുന്ന മനുഷ്യരല്ല. അവരെല്ലാം കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരെ യാലമറ്റാത്ത കുറേ വീട്ടുകാർ. അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് വെള്ളം വേണം. വഴിയിറമ്പിലാണ് വീട്. ഇതേ പോകുന്ന വണ്ടി എന്നാ സ്പീഡിലാണ് പോകുന്നത്? വരുന്ന വണ്ടി 100 അങ്ങ് വിട്ടു പോവുകയല്ലേ ലോഡ് എടുക്കുക. മത്സരിച്ചല്ലേ മോളിൽ ചെന്ന് കല്ല് എടുത്തുകൊണ്ട് പോകുന്നത്. ഇതൊന്നും ആരും അറിയുന്നില്ല, കേൾക്കുന്നില്ല. എന്താ നല്ല 2 ഉദ്യോഗസ്ഥന്മാർ നോക്കിയാൽ നടക്കുകയില്ലാഞ്ഞിട്ടാണോ? ഇവിടെ കൊടുക്കേണ്ട ലൈസൻസാണ് അവർ കൊടുത്തിരിക്കുന്നത്.